നമസ്കാരം. വിഷുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വാസ്തുവിന് പ്രാധാന്യമുണ്ട്. വീട്ടിലെ ചെറിയ വാസ്തുദോഷം പോലും ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നു. എത്ര കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നും പണം നിൽക്കാറില്ല അല്ലേ? വീട്ടിൽ പതിവായി വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വീടിൻ്റെ മൂലകളിൽ ദിശകളിൽ അശുഭ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ദിശ മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദിശകളുടെ കാര്യത്തിൽ വീടിൻ്റെ ഒരു പ്രത്യേക ദിശയിൽ ഒരിക്കലും ഇരുട്ട് വീഴരുത് എന്നാണ് വാസ്തു പറയുന്നത്. അങ്ങനെ വന്നാൽ ആ വീട്ടിൽ എപ്പോഴും നെഗറ്റീവ് ശക്തിയായിരിക്കും ഇരിക്കുന്നത്. ആ നെഗറ്റീവ് ശക്തി ആ വീട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത്. വീടിൻ്റെ വടക്ക് കിഴക്ക് ദിക്കിലെ ഇരുട്ട് കാരണം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് വാസ്തു പറയുന്നത്. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയിൽ എപ്പോഴും ഇരുട്ടിലാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കും. കൂടാതെ പണത്തിന് ക്ഷാമം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ ഈ ദിശ എപ്പോഴും വെളിച്ചമുണ്ടായിരിക്കുകയും വേണം. വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് കിഴക്ക് ദിശയിലാണ് പണത്തിൻ്റെ വരവ്. ഈ ദിശയിൽ ഭാരമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് അഴുക്ക് ഉണ്ടെങ്കിലോ കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് പണം എത്തുന്നത് കുറയുകയും വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുള്ള സമ്പത്തിൻ്റെ ദേവത വീട്ടിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിശ ഒരിക്കലും വൃത്തിഹീനമായി വയ്ക്കരുത്. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് ദിശയിൽ പണം സൂക്ഷിക്കരുത്. തെക്ക് ദിശയിൽ ഓരോ ഘട്ടത്തിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ്. ഈ ദിശയുടെ അധിപകൻ യമരാജൻ എന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിശയിൽ നിന്ന് വാതിൽ തുറക്കരുത്. തെക്ക് ദിശയിൽ എന്തെങ്കിലും ടോയ്ലറ്റും പാടില്ല. വീട്ടിലെ ഭാരമുള്ള വസ്തുക്കൾ ഈ സ്ഥലത്ത് സൂക്ഷിക്കുക. സൂര്യ ഉദയത്തിൻ്റെ ദിശയാണ് കിഴക്ക് ദിശ. പോസിറ്റീവ് ഊർജ്ജസ്വലമായിരിക്കുന്നതോടൊപ്പം കിരണങ്ങൾ ഈ ദിശയിൽ നിന്നുള്ള നിങ്ങളെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നു. വീടിൻ്റെ പ്രധാന വാതിൽ ഈ ദിശയിലാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. ഈ ദിശയിൽ നിങ്ങൾക്ക് ഒരു ജനാല വയ്ക്കുന്നതും ശുഭമാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയോ കക്കൂസോലോ ഈ പടിഞ്ഞാറ് ദിശയിലായിരിക്കണം. അടുക്കളയും ടോയ്ലറ്റും പരസ്പരം അടുത്തായിരിക്കരുത് എന്നൊരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. വടക്ക് ദിശയിൽ പരമാവധി ജനലുകളും വാതിലുകളും ഉണ്ടായിരിക്കണം. വീടിൻ്റെ ബാൽക്കണി, വാഷ് ബേസ് തുടങ്ങിയ ഈ ദിശയിലായിരിക്കണം. പ്രധാന കവാടം ഈ ദിശയിലാണെങ്കിൽ അത് അത്യുത്തമമാണ്. വടക്ക് പടിഞ്ഞാറ് ദിശ നിങ്ങളുടെ കിടപ്പ് മുറി, ഗ്യാരേജ്, വീട്ടിലെ ഗോശാല തുടങ്ങിയവ ഈ ദിശയിൽ നിർമ്മിക്കുന്നത് നല്ലതാണ്. തെക്ക് കിഴക്ക് ദിശ ഈ ദിശയിൽ അഗ്നിമൂലകത്തിൻ്റെ ദിശയാണ്. ഗ്യാസ്, ബോയിലർ തുടങ്ങിയ ഈ ദിശയെ സ്ഥാപിക്കുന്നത് നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് ദിശ ഈ ദിശയിൽ ജനലുകളോ ഒന്നും ഉണ്ടാവുന്നത് നല്ലതല്ല. ഗൃഹനാഥൻ്റെ മുറി ഇവിടെ പണിയുന്നത് നല്ലതാണ്. ഈ ദിശയിൽ ക്യാഷ് കൗണ്ടറോ മെഷീനുകളോ തുടങ്ങിയവ സ്ഥാപിക്കുന്നതും നല്ലതാണ്. വീടിൻ്റെ മുറ്റം ഇല്ലെങ്കിൽ വാസ്തുപ്രകാരം വീട് അപൂർണമായി കണക്കാക്കപ്പെടുന്നു. ചെറുതാണെങ്കിലും വീടിൻ്റെ മുന്നിലും പിന്നിലും ഒരു നടുമുറ്റം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. തുളസി, മാതളം, വേപ്പ്, നെല്ലി തുടങ്ങിയ മുറ്റത്ത് നടാവുന്ന സസ്യങ്ങളാണ്. ഇതുപോലെ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ എപ്പോഴും സമ്പത്തും മഹാലക്ഷ്മി, ഐശ്വര്യം എല്ലാം എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.